പലപ്പോഴും ഒരു എവർഗ്രീൻ കോഴ്സായിട്ട് ബി.ഫാമിനെ, ബാച്ചിലർ ഓഫ് ഫാർമസിയെ കാണാറുണ്ട്. അപ്പോൾ ഈ രംഗത്തെ ഒരു റെപ്യൂട്ടഡ് ഫേമിലെ ഒരു അസോസിയേറ്റ് പ്രൊഫസർ എന്ന രീതിയിൽ താങ്കൾക്ക് ഈ കോഴ്സിന്റെ ഒരു സാധ്യതകളെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? ബി.ഫാം എന്ന് പറയുന്നത് ഒരു എവർഗ്രീൻ കോഴ്സ് തന്നെയാണ്. കാരണം വേറൊന്നുമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. മനുഷ്യരിലോടത്തോളം കാലം നമുക്ക് മരുന്നുകളുടെ ആവശ്യം ഉണ്ട്. അത് കൂടി വരുന്നൊരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ആവശ്യകത ഉള്ളതുകൊണ്ടും ബി.ഫാം എന്ന് പറയുന്നത് ഈ കോഴ്സ് കഴിഞ്ഞ് വരുന്നൊരു ഫാർമസിസ്റ്റിന് നമുക്ക് ജീവിതകാലം അത്രയും എവർഗ്രീൻ ആയിട്ടുള്ളൊരു ജോബാണ് ഫാർമസിസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള മേഖല പറയുകയാണെങ്കിൽ പ്രൊഡക്ഷൻ മേഖല, മാനുഫാക്ചറിങ്, മരുന്ന് ഉൽപ്പാദനത്തിൻ്റെയും അതിൻ്റെ ക്വാളിറ്റി പരമായിട്ടുള്ള പഠനങ്ങളുടെയൊക്കെ മേഖലയിൽ വർക്ക് ചെയ്യാൻ പറ്റും. റിസർച്ച്, ഈ പ്രൊഡക്ഷനിൽ തന്നെ റിസർച്ച് മേഖലയിൽ വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പുറത്തേക്കുള്ള ഒരുപാട് സാധ്യതകൾ, എസ്പെഷ്യലി നമ്മുടെ ഗൾഫ് കൺട്രീസിലൊക്കെ ഉയർന്ന ശമ്പളത്തിലുള്ള ജോലി ബി.ഫാം കഴിയുന്നതോടുകൂടി നമുക്ക് നേടാൻ സാധിക്കും. പിന്നെ ഇതിന് എല്ലാം മാറി നമുക്ക് എല്ലാവർക്കും അറിയാം, PSC ഒരു ഗവൺമെൻറ് ജോലിയാണ് നമുക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ അതിനും ബി.ഫാം എന്ന് പറയുന്ന കോഴ്സ് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള എക്സാംസ് എഴുതി PSCയിലും കയറാൻ പറ്റും. ഇത്തരത്തിലുള്ള ഒരു പല മേഖലകളിലും വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കോഴ്സാണ് ബി.ഫാം. അതാണ് ഇതുകൊണ്ടൊരു എവർഗ്രീൻ കോഴ്സ് എന്നും ഇത്ര സാധ്യതകളുണ്ടെന്നും പറയാൻ കാരണം.